ഹായ് ഓൾ. നമുക്കെന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്തത്? നമ്മളോട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക്, ചിലപ്പോൾ കുട്ടിയായിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മുതിർന്നിട്ടായിരിക്കാം, നമ്മളോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്തുകൊണ്ടാണ് മാപ്പ് കൊടുക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ ആ ഇമോഷൻസ് എല്ലാം ഭയങ്കര റോ ആണ്. കാരണം നമ്മളൊന്നും മറന്നിട്ടില്ല, നമുക്ക് മറക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കുണ്ടാക്കിയിട്ടുള്ള മുറിവ് അത് അതുപോലെ ഉണ്ട്. അത് ആ ഇമോഷൻസ് നമ്മൾ ഇതുവരെയും പ്രോസസ്സ് ചെയ്തിട്ടില്ല. നമ്മൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബാഡ് പേഴ്സൺ ആവുന്നൊന്നുമില്ല. നമ്മൾ പലരും ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളോട് സോറി പറയും. പക്ഷെ അതൊരിക്കലും ഉണ്ടാവുന്നില്ല. കാരണം ആ തെറ്റ് മനസ്സിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ അവരത് വീണ്ടും വീണ്ടും കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നതിന് ശേഷം അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അവർ പറഞ്ഞ കാര്യങ്ങളോ ചെയ്ത കാര്യങ്ങളോ തെറ്റായിരുന്നു എന്ന് അവർക്ക് തന്നെ ഒരു അക്സെപ്റ്റൻസ് വരുന്നില്ല. പല ആൾക്കാർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ അത് വാക്കുകൾ പറഞ്ഞിട്ട് കുത്തി നോവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അബ്യൂസ് ആയിരിക്കാം, ചൈൽഡ്ഹുഡ് അബ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മുതിർന്നതിന് ശേഷവും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളെ മനഃപൂർവ്വം നെഗറ്റീവായിട്ട് താട്ടിക്കെട്ടാൻ വേണ്ടി പെരുമാറുന്നവരെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. നിങ്ങൾ ഇനി അവരെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർ ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ എന്തിനങ്ങനെ ചെയ്തു എന്നോ എന്തിനങ്ങനെ പറഞ്ഞു എന്നോ അവരതിനെ കംപ്ലീറ്റ്ലി തള്ളിക്കളയും. അത് മാത്രമല്ല, അവരാണ് ആക്ച്വലി വിക്ടിം എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം. അതായത് നിങ്ങളാണ് അവരെ ദ്രോഹിച്ചതെന്നും നിങ്ങളാണ് അവർക്കെതിരെ പെരുമാറിയതെന്നും സംസാരിച്ചതെന്നും നിങ്ങളാണ് അവിടുത്തെ ആ സിറ്റുവേഷനിലെ വില്ലൻ എന്നുള്ള രീതിയിൽ അവർ നേരെ പ്ലോട്ട് ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ അവരാണ് ആക്ച്വലി വിക്ടിം എന്നും അവരാണ് ഒരുപാട് സഫർ ചെയ്തതെന്നും നിങ്ങൾ കാരണം അവർ സഫർ ചെയ്തതെന്നും എന്നുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരും. ഈ ഒരു പാറ്റേൺ ഉള്ള മാതാപിതാക്കളോട് നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ആ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, നമ്മൾ വീണ്ടും ഹേർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഹേർട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് എപ്പോഴും അവരിൽ നിന്ന് മാനസികമായിട്ടൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും. ആൻഡ് ആ ഡിസ്റ്റൻസ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കിഷ്ടം സ്നേഹം ഉള്ളതുകൊണ്ടും ഇഷ്ടമുള്ളതുകൊണ്ടും നമ്മളത് മറന്ന് വീണ്ടും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴായിരിക്കും വീണ്ടും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാൻ. അതായത് അധികം അടുപ്പവും ഇല്ല, എന്നാൽ അകൽച്ചയുണ്ട് എന്ന് അറിയാനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എങ്ങനെ അങ്ങനത്തെ ഫാമിലി മെമ്പേഴ്സ്, ടോക്സിക് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഡീൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യും. നമ്മുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ കരിയർ, അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ള അല്ലെങ്കിൽ നമ്മളെ പോസിറ്റീവ്ലി അപ്രൂവ് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓൺലൈൻ കൗൺസിലിങ്ങിന് താല്പര്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഡീറ്റെയിൽസ്. താങ്ക് യു ഫോർ വാച്ചിങ്.